മെട്രോ റെയിൽ പദ്ധതിക്ക് എപ്പോൾ കേന്ദ്ര അനുമതി ലഭിക്കുമെന്ന കാര്യം മുൻകൂട്ടി പറയാനാവില്ല എന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി ജയ്പാൽ റെഡ്ഡി. തൃശൂർ നഗരത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾക്കായി 200 കോടി രൂപ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. തൃശൂർ നഗരസഭാ ചെയർമാൻ IP പോളിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെട്രോ റെയിൽ പദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണെന്ന് ജയ്പാൽ റെഡ്ഡി പറഞ്ഞു. നയപരമായ തീരുമാനമാണ് ഇതിനാവശ്യം. ഇത് എപ്പോൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറയാനാവില്ല. പദ്ധതി നടപ്പാക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. I am therefore supporting it until the finance ministry clears it finally and formally. As a minister, I cannot announce. Others can announce. മാലിന്യ സംസ്കരണം, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കൽ എന്നിവയടക്കം 500 കോടി രൂപയുടെ പദ്ധതിയാണ് തൃശൂരിൽ നിന്നുള്ള പ്രതിനിധി സംഘം മന്ത്രിക്ക് സമർപ്പിച്ചത്. ഇതിൽ 200 കോടി രൂപയുടെ പദ്ധതി 2012 ആരംഭിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കരുവന്നൂർ പുഴയിൽ നിന്നും പീച്ചിയിൽ നിന്നും പുതിയ ലൈനുകൾ വലിക്കാനുള്ള ആവശ്യങ്ങൾ വന്നാൽ ഒരു പരിധി വരെ നമുക്ക് തൃശ്ശൂർ നഗരത്തിൻ്റെ ഉള്ളിലുള്ള ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതിലേക്കുള്ള ഒരു പദ്ധതിയാണ്. ഒരു 170 കോടി രൂപയുടെയാണ് അതിന് മാത്രം ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. AICC സെക്രട്ടറി ടോം വടക്കൻ, KPCC ട്രഷറർ CN ബാലകൃഷ്ണൻ എന്നിവരും പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. മനോരമ ന്യൂസ്, ഡൽഹി.